നമസ്കാരം. പ്രിൻസസ് ഡയാന ലോകം മുഴുവൻ പ്രണയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ബ്രിട്ടൻ രാജകുടുംബത്തിൻ്റെ ഭാഗമായെങ്കിലും അവളുടെ കാഴ്ചപ്പാട്, ദയ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്നിവ കാരണം അവൾ ലോക സഹാനുഭൂതിയുടെയും പ്രചോദനത്തിൻ്റെയും പ്രതീകമായി മാറി. ബ്രിട്ടനിലെ പ്രശസ്തമായ സ്പെൻസർ പ്രഭുകുടുംബത്തിൽ 1961 ജൂലൈ 1 ഡയാന ജനിച്ചത്. ചെറുപ്പകാലത്ത് തന്നെ അച്ഛനും അമ്മയും വേർപിരിച്ചതിനെ തുടർന്ന് വളരെ ഏകാന്തത നിറഞ്ഞ ബാല്യമായിരുന്നു അവരുടേത്. ലണ്ടനിൽ ഒരു കിൻഡർഗാർട്ടൻ അധ്യാപികയായി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് ചാൾസ് രാജകുമാരനുമായുള്ള വിവാഹ നിശ്ചയം നടക്കുന്നത്. 1981 ജൂലൈ 29 ചാൾസ് രാജകുമാരനും ഡയാനയും തമ്മിലുള്ള വിവാഹം നടന്നു. നൂറ്റാണ്ടിൻ്റെ വിവാഹമെന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. ഈ ചടങ്ങ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളാണ് ടെലിവിഷനിലൂടെ കണ്ടത്. തുടർന്ന് പ്രിൻസസ് ഓഫ് വെയിൽസ് എന്ന പദവി അവർക്ക് ലഭിച്ചു. വില്യം, ഹാരി എന്നിങ്ങനെ 2 ആൺമക്കൾ അവർക്കുണ്ടായി. രാജകുടുംബത്തിൻ്റെ കീഴ്വഴക്കങ്ങൾ മാറ്റിപ്പിടിച്ച് മക്കളെ സാധാരണ ജനങ്ങളോട് ഇടപഴകി വളർത്താനും ഡയാന പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ സെലിബ്രിറ്റി പദവിയും പ്രശസ്തിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഡയാന പൂർണ്ണമായി ഉപയോഗിച്ചു. എയ്ഡ്സ് രോഗികൾ, കുഷ്ഠരോഗികൾ, അനാഥർ എന്നിവർക്ക് വേണ്ടി അവർ നിരന്തരം പ്രവർത്തിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിച്ച ഒരു ഫാഷൻ ഐക്കൺ കൂടിയായിരുന്നു ഡയാന. ചാൾസ് രാജകുമാരനുമായുള്ള ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായതിനെ തുടർന്ന് 1992 അവർ വേർപിരിയുകയും 1996 ഒഫീഷ്യലായി വിവാഹമോചനം നേടുകയും ചെയ്തു. വിവാഹമോചനത്തിന് ശേഷവും ഡയാന ജനങ്ങളുടെ പ്രിയങ്കരിയായി തുടർന്നു. 1997 ഓഗസ്റ്റ് 31 ഫ്രാൻസിലെ പാരീസിൽ വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിൽ 36-ാം വയസ്സിൽ ഡയാന ദാരുണമായി മരണപ്പെട്ടു. അവരുടെ വിയോഗം ലോകമെമ്പാടുമുള്ള ജനങ്ങളെ കണ്ണീരിലാഴ്ത്തി. ഡയാനയുടെ കുടുംബമായ സ്പെൻസർ കുടുംബത്തിൻ്റെ തലമുറകളായിട്ടുള്ള വസതിയാണ് ആൾത്തോർപ്പ്. ആൾത്തോർപ്പ് എസ്റ്റേറ്റിലെ ഒരു ചെറിയ തടാകത്തിൻ്റെ മധ്യത്തിലുള്ള ദ്വീപിലാണ് പ്രിൻസസ് ഡയാനയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് തടാകത്തിൻ്റെ അരികിലേക്ക് പോകാൻ അനുവാദമില്ല. എന്നാൽ തടാകത്തിൽ ഒരു പ്രത്യേക ക്ഷേത്രവും ഒരു സ്മാരകവും നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ സന്ദർശനം അനുവദനീയമാണ്. പ്രിൻസസ് ഡയാനയുടെ ജീവിതം ഒരു നോവലിനെ പോലെയാണ്. അതിൻ്റെ ഓരോ നിമിഷവും ഒരു പ്രചോദനമാകും. കരുണ, ശൈലി, സ്നേഹം ഇന്നും നമ്മെ സ്പർശിക്കുന്നു. ഇത് ഓരോരുത്തരിലും ജീവിതത്തെ കൂടുതൽ മാനവികതയുടെ കണ്ണിലൂടെ കടന്നുപോകാൻ പ്രേരിപ്പിക്കുന്നു എന്ന പ്രത്യാശയോടെ ജയ് ഹിന്ദ്.